ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നേഴ്സസ് ലൂപ്പ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നഴ്സിംഗ് എക്സാംസിന് ഇമ്പോർട്ടന്റ് ടോപ്പിക്കായ പ്ലാസിന്റെ പ്രിവ്യൂ ആണ്. എന്താണ് പ്ലാസിന്റെ പ്രിവ്യൂ, എന്തൊക്കെയാണ് ഇതിന്റെ റിസ്ക് ഫാക്ടേഴ്സ്, ടൈപ്സ്, ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ആൻഡ് മാനേജ്മെന്റ് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയി ഈ വീഡിയോയിലൂടെ നോക്കാം. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദി ടോപ്പിക്. ഡെഫിനിഷൻ നോക്കാം. Placenta previa is a condition in which the placenta implants in the lower uterine segment partially or completely covering the cervical opening. ഇവിടെ പ്ലാസന്റ് ഇംപ്ലാന്റ് ആയിരിക്കുന്നത് ലോവർ യൂട്രൈൻ സെഗ്മെന്റിലായിരിക്കും. ഒന്നുകിൽ ഈ പ്ലാസന്റ് പാർഷ്യലി അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി സെർവിക്കൽ ഓപ്പണിങ്ങിനെ കവർ ചെയ്തിരിക്കും. ഈ കണ്ടീഷനാണ് പ്ലാസന്റ് പ്രിവിയ. എന്തൊക്കെയാണ് പ്ലാസന്റ് പ്രിവിയുടെ റിസ്ക് ഫാക്ടേഴ്സ് നോക്കാം. പ്രീവിയസ് സിസേറിയൻ സെക്ഷൻ, multiple pregnancies, advanced maternal age, previous placenta previa, smoking and uterine surgeries. Next, types of placenta previa. First one ആണ് low lying placenta. ഇവിടെ പ്ലാസന്റ് ഇംപ്ലാന്റ് ആവുന്നത് ഇന്റേണൽ സർവൈക്കൽ ഓസിന്റെ അടുത്തായിട്ടായിരിക്കും. യൂഷ്വലി ജസ്റ്റേഷൻ ഏജ് കൂടുന്നതനുസരിച്ച് യൂട്രസ് സ്ട്രെച്ച് ആകുമ്പോൾ ഈ പ്ലാസന്റ് മുകളിലേക്ക് പോകും. അത് വേറെ റിസ്ക് ഒന്നും ഉണ്ടാക്കുന്നില്ല. സെക്കൻഡ് വൺ ആണ് മാർജിനൽ പ്ലാസന്റ പ്രിവിയ. ഇവിടെ പ്ലാസന്റ റീച്ചസ് സെർവിക്കൽ ഓപ്പണിംഗ് ബട്ട് ഡസിൻ കവർ ഇറ്റ്. ഇവിടെ പ്ലാസന്റ സെർവിക്കൽ ഓപ്പണിംഗിന്റെ അവിടം വരെ റീച്ച് ആവുന്നു, പക്ഷെ സെർവിക്കൽ ഓപ്പണിംഗ് കവർ ചെയ്യുന്നില്ല. തേർഡ് വൺ ആണ് പാർഷ്യൽ പ്ലാസന്റ പ്രിവിയ. ഇവിടെ പാർഷ്യലി പ്ലാസന്റ സെർവിക്കൽ ഓസിനെ കവർ ചെയ്യുന്നു. ഫോർത്ത് വൺ ആണ് കംപ്ലീറ്റ് പ്ലാസന്റ പ്രിവിയ. ഇവിടെ കംപ്ലീറ്റ്ലി സെർവിക്കൽ ഓസിനെ കവർ ചെയ്യുന്നു. ഫസ്റ്റ് വൺ ആണ് ലോ ലൈൻ പ്ലാസന്റ്. ഇവിടെ ഇന്റേണൽ ഓസിന്റെ അടുത്തായിട്ട് വരെ പ്ലാസന്റ് എത്തുന്നുണ്ട്. സെക്കൻഡ് വൺ മാർജിനല് പ്ലാസന്റ ഇംപ്ലാന്റ് ആവുന്നത് സെർവിക്കൽ ഓപ്പണിങ്ങിന്റെ റീച്ച് ആവുന്നു, പക്ഷെ കവർ ചെയ്യുന്നില്ല. തേർഡിലാണെങ്കിൽ പാർഷ്യൽ പ്ലാസന്റ പ്രിവിയയിലാണെങ്കിൽ പാർഷ്യലി അല്ലെങ്കിൽ പകുതി വരെയെങ്കിലും സെർവിക്കൽ ഓസിനെ കവർ ചെയ്യുന്നു. ഫോർത്ത് വൺ കംപ്ലീറ്റ് പ്ലാസന്റ പ്രിവിയയില് കംപ്ലീറ്റ് ആയിട്ട് ഈ സെർവിക്കൽ ഓസിനെ കവർ ചെയ്യുന്നു. ഇത്രയാണ് പ്ലാസന്റ പ്രിവിയയുടെ ടൈപ്സ്. നെക്സ്റ്റ് എന്തൊക്കെയാണ് ക്ലിനിക്കൽ ഫീച്ചേഴ്സ് നോക്കാം. ഫസ്റ്റ് വൺ പെയിൻലെസ് ബ്രൈറ്റ് വജൈനൽ ബ്ലീഡിങ്. ഇത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഇതായിരിക്കും പ്ലാസന്റ പ്രിവിയയുടെ മെയിൻ ആയിട്ടുള്ള സൈൻ ആണ് പെയിൻലെസ് ബ്രൈറ്റ് വജൈനൽ ബ്ലീഡിങ്. ഇറ്റ് ഓക്കേഴ്സ് ഇൻ സെക്കൻഡ് ഓർ തേർഡ് ട്രൈമസ്റ്റർ. മെയിൻ ആയിട്ട് സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് ട്രൈമസ്റ്ററിലായിരിക്കും പ്ലാസന്റ പ്രിവിയന്റെ ബ്ലീഡിങ് ഉണ്ടാവുന്ന അല്ലെങ്കിൽ സിംറ്റംസ് കാണിക്കുന്നത്. യൂട്രസ് ഈസ് സോഫ്റ്റ് ആൻഡ് നോൺ ടെൻഡർ. ഫീറ്റൽ ഹാർട്ട് റേറ്റ് യൂഷ്വലി നോർമൽ. ഫീറ്റൽ ഹാർട്ട് റേറ്റ് യൂഷ്വലി ഇവിടെ നോർമൽ ആയിരിക്കും. മെയിൻ ആയിട്ടുള്ള സൈൻ എന്ന് പറയുന്നത് പെയിൻലെസ് ബ്രൈറ്റ് വജൈനൽ ബ്ലീഡിംഗ് ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്തൊക്കെയാണ് മാനേജ്മെന്റ്സ് നോക്കാം. ഐഡന്റിഫൈ ഓൺ അൾട്രാസൗണ്ട്. അൾട്രാസൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് പ്ലാസന്റ് കറക്റ്റ് ആയിട്ട് എവിടെയാണ് ഇംപ്ലാന്റ് ചെയ്തേക്കുന്നതെന്ന് മനസ്സിലാവും. ലോ ലൈങ് ആണോ അല്ലെങ്കിൽ മാർജിനോ അല്ലെങ്കിൽ കംപ്ലീറ്റ് പ്ലാസന്റ് പ്രിവിയ ആണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. നെക്സ്റ്റ് ബെഡ് റെസ്റ്റ്. അമ്മയ്ക്ക് ബെഡ് റെസ്റ്റ് കൊടുക്കാം. അവോയ്ഡ് ഇന്റർകോഴ്സ്. ഇന്റർകോഴ്സ് അവോയ്ഡ് ചെയ്യുക. അത് കൂടുതൽ ബ്ലീഡിങ്ങിലേക്ക് ചിലപ്പോൾ ലീഡ് ചെയ്യും അല്ലെങ്കിൽ ഫീറ്റൽ ഡിസ്ട്രസിന് കാരണമാകുന്നു. മോണിറ്റർ മറ്റേണൽ ആൻഡ് ഫീറ്റൽ സ്റ്റാറ്റസ്. അമ്മയുടെ മറ്റേണൽ അല്ലെങ്കിൽ ഫീറ്റൽ സ്റ്റാറ്റസ് നമ്മൾ കണ്ടിന്യൂസ് മോണിറ്റർ ചെയ്യുക. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഇഫ് നീഡഡ്. അമ്മയ്ക്ക് പ്ലാസന്റ പ്രിവിയയിൽ ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൊടുക്കുക. സിസേറിയൻ സെക്ഷൻ ഇഫ് പ്ലാസന്റ കവേഴ്സ് സെർവിക്സ്. പ്ലാസന്റ സെർവിക്കൽ ഓപ്പണിങ്ങിനെ കവർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ സിസേറിയൻ ആണ് പ്രിഫർ ചെയ്യുന്നത്. കാരണം നോർമൽ ഡെലിവറി പോസിബിൾ അല്ല. നോർമൽ ഡെലിവറി ചെയ്യുമ്പോഴത്തേനും പ്ലാസന്റയിൽ കംപ്രഷൻ ഉണ്ടായിട്ട് അത് ഫീറ്റൽ ഡിസ്ട്രസിലേക്ക് ലീഡ് ചെയ്യുന്നു, അതുപോലെ ബ്ലീഡിങ്ങിനും കാരണമാകുന്നു. നെക്സ്റ്റ് അവോയ്ഡ് വജൈനൽ എക്സാം ആൻഡ് ഇൻവേസീവ് പ്രൊസീജിയർ. ഇതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അവോയ്ഡ് വജൈനൽ എക്സാംസ്. ഇവിടെ വജൈനൽ എക്സാം നമ്മൾ അവോയ്ഡ് ചെയ്യണം, കാരണം അത് ബ്ലീഡിങ്ങിലേക്ക് ഫീറ്റൽ ഡിസ്ട്രസിലേക്ക് ലീഡ് ചെയ്യും. അതുകൊണ്ട് വജൈനൽ എക്സാമിനേഷൻ അവോയ്ഡ് ചെയ്യണം. ഇപ്പം ഒരു അമ്മ വരുവാണ്, അമ്മ തേർഡ് ട്രൈമസ്റ്ററിലാണ്, അമ്മയ്ക്ക് പെയിൻലെസ് ആയിട്ടുള്ള വജൈനൽ ബ്ലീഡിംഗ് ആണ്. അപ്പം നമ്മൾ ഒരിക്കലും വജൈനൽ എക്സാമിനേഷൻ ചെയ്യില്ല, കാരണം അമ്മയ്ക്ക് പ്ലാസന്റ പ്രിവിയ ആയിരിക്കും. അത് കൂടുതൽ റിസ്കിലേക്ക് ലീഡ് ചെയ്യുന്നു. ഓക്കെ, ഇത്രയൊക്കെയാണ് പ്ലാസന്റ പ്രിവിയയുടെ മാനേജ്മെന്റ്സ്. ഓക്കെ, ഇത്രയാണ് പ്ലാസന്റ പ്രിവിയ. നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. പ്ലാസന്റ ഇംപ്ലാന്റ് ആവുന്നത് ലോവർ യൂട്രൈൻ സെഗ്മെന്റിലായിരിക്കും. ഇത് പാർഷ്യൽ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഇന്റേണൽ സെർവിക്കൽ ഓസിനെ കവർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ എന്തൊക്കെയാണ് റിസ്ക് ഫാക്ടേഴ്സ് നോക്കിയാൽ ഇവിടെ സ്മോക്കിംഗ് ഉണ്ട്, മറ്റേണൽ ഏജ് ഉണ്ട്, അഡ്വാൻസ്ഡ് മറ്റേണൽ ഏജ് കൂടുന്നതനുസരിച്ച് റിസ്ക് കൂടുതലാണ്. അതുപോലെ പ്രീവിയസ് യൂട്രൈൻ സർജറി എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ, പിന്നെ പ്രീവിയസ് ആയിട്ടുള്ള പ്ലാസന്റ പ്രിവിയ ഉണ്ടെങ്കിലൊക്കെ റിസ്ക് കൂടുതലാണ്. പിന്നെ ടൈപ്സ് എന്ന് പറഞ്ഞാൽ ലോ ലൈങ് ഉണ്ട്. അവിടെ ഇന്റേണൽ ലോസിന്റെ അടുത്ത് വരെ ഉണ്ടാവും, പക്ഷെ ഇന്റേണൽ ലോസിന് റീച്ച് ആവത്തില്ല. പിന്നെ അത് കഴിഞ്ഞുള്ള മാർജിൻ എന്ന് പറഞ്ഞാൽ ഇന്റേണൽ ലോസിൽ വരെ എത്തി, പക്ഷെ ഇന്റേണൽ ലോസിനെ കവർ ചെയ്യുന്നില്ല.
പിന്നെ പാർഷ്യലി എന്ന് പറഞ്ഞാൽ പ്ലാസന്റ പ്രീവിയയിൽ പ്ലാസന്റ ഇംപ്ലാന്റ് ആവുന്നത് പ്ലാസന്റ ഇംപ്ലാന്റ് ആവുന്നത് സെർവിക്കൽ ഓസിനെ ഒരു പാർഷ്യലി അല്ലെങ്കിൽ ഹാഫ് വരെയെങ്കിലും കവർ ചെയ്തു. പിന്നെ കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ സെർവിക്കൽ ഓസിനെ കംപ്ലീറ്റ് ആയിട്ട് പ്ലാസന്റ കവർ ചെയ്യുന്നു. ഇത്രയാണ് ടൈപ്സ് വരുന്നത്. പിന്നെ മെയിൻ ആയിട്ടുള്ള സൈൻ എന്ന് വെച്ചാൽ പെയിൻലെസ് ബ്രൈറ്റ് വജൈനൽ ബ്ലീഡിംഗ് ആണ്. പിന്നെ മാനേജ്മെന്റിൽ മെയിൻ ആയിട്ട് വരുന്നത് വജൈനൽ എക്സാംസ് അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ സിസേറിയൻ സെക്ഷൻ, ഇത് പാർഷ്യലി അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി സെർവിക്കൽ ഓസിനെ കവർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ സിസേറിയൻ സെക്ഷൻ ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് പ്ലാസന്റ പ്രീവിയ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക്കുകൾ ആവശ്യമുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. കൂടുതൽ നഴ്സിംഗ് എക്സാം ടിപ്സിനും വീഡിയോസിനുമായിട്ട് എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.